താമരശ്ശേരിയിൽ നല്ലൊരു ആശുപത്രിയുണ്ട്. അത് സർക്കാർ ആശുപത്രിയാണ്. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയ ആശുപത്രിയാണ്. പക്ഷേ അവിടെയും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, സൗകര്യമൊരുക്കാൻ ജീവനക്കാരില്ല, അവിടെ വേണ്ടത്ര സംവിധാനങ്ങളില്ല. വലിയ ദുരിതത്തിലാണ് താമരശ്ശേരിയിലെ ആശുപത്രിയിലെ രോഗികൾ ഇപ്പോൾ ഓരോ ദിവസവും അവിടെ വന്നു പോകുന്നത്. ഈ ഒ പി കൗണ്ടറിന് മുൻവശമൊക്കെ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. ഫാർമസിയിലേക്ക് വന്നാൽ അത്യാവശ്യത്തിന് മരുന്നുകളും കിട്ടാനില്ല. അതാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഗതികേട്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി. എന്നാൽ അസൗകര്യങ്ങൾ കൊണ്ട്, ഡോക്ടർമാരുടെ എണ്ണക്കുറവ് കൊണ്ടുമൊക്കെ ഇവിടുത്തെ രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ OP ബ്ലോക്കിലാണ്. ഇവിടെ നമുക്ക് കാണാം, നിരവധി ആളുകൾ രാവിലെ തന്നെ പല രോഗങ്ങളുമായിട്ട് OP കൗണ്ടറിന് മുൻപിൽ ടിക്കറ്റ് എടുക്കാൻ വന്ന് നിൽക്കുന്നതിൻ്റെ വരിയാണ് നമ്മൾ ഈ കാണുന്നത്. തൊട്ടിപ്പുറത്ത് കുറേ ഇരിപ്പിടങ്ങൾ ഈ രോഗികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുമുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും ഈ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അതിന്റെ കാരണം ഈ OP കൗണ്ടറിന്റെ ഈ ഇരിപ്പിടത്തിന്റെ തൊട്ടു മുകളിൽ ഒരുക്കിയിട്ടുള്ള മേൽക്കൂരയിൽ കാര്യമായ വിള്ളലുകൾ പല സ്ഥലങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് നേരത്തെ തന്നെ ഇതിനൊക്കെയുള്ളൊരു ശാശ്വത പരിഹാരം കാണേണ്ടതായിരുന്നു. എന്നാൽ ഈ വിള്ളലുകളിലൂടെ കാര്യമായിട്ട് മഴവെള്ളം ചോർന്നൊലിച്ച് ഈ ഇരിപ്പിടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരവസ്ഥ. ഒരാൾക്ക് പോലും ഇവിടെ കൃത്യമായി ഇരുന്ന് വിശ്രമിക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ മുൻപിലുള്ള OP കൗണ്ടർ, OPയുടെ മുൻവശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണക്കുറവ്. OPയിൽ പരിശോധിക്കാൻ സീനിയർ ഡോക്ടർമാർ, മുതിർന്ന ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ഹൗസ് സർജൻസി ഡോക്ടറാണ് പലപ്പോഴും OPയിലെത്തി ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് ഹൗസ് സൗകര്യങ്ങൾ? ഇത് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രമൊക്കെ അടച്ചുപൂട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി. നേരത്തെ തന്നെ അത് പൊളിച്ചിട്ടു അല്ലേ? ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. അത്യാവശ്യം നല്ല വാർഡ് ആയിരുന്നു അത്. ആ വാർഡ് പൊളിച്ചിട്ടിട്ട് ഇന്നേ കാലം വരെ ഒരു നടപടി എടുക്കാൻ സർക്കാരിനായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ രണ്ടാമത് പ്രസവം നടക്കുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു ഇത്. ആ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പേരിന് പോലും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഗൈനക്കോളജി വിഭാഗത്തിൽ ഇവിടെ 7 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ മരുന്ന് ഷോപ്പ് അടയ്ക്കും. 10 മണിക്ക് ശേഷം അങ്ങാടികൾ ടൗണിലുള്ള മരുന്ന് ഷോപ്പ് അടിക്കും. അതിനുശേഷം അടിയന്തര എമർജൻസി ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നാൽ രോഗിക്ക് മരുന്ന് കിട്ടാനുള്ള സാഹചര്യം പോലും താമരശ്ശേരിയിലില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരുപാട് സമയം ഇങ്ങനെ വരിയൊക്കെ നിൽക്കണം, ടിക്കറ്റൊക്കെ കിട്ടണമെങ്കിൽ ഈ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്നു. ഈ വെള്ളം ചോർന്നൊലിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഉണ്ട്. രോഗിക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, വെള്ളം നനഞ്ഞിരിക്കുന്നു. അത് കർശനമായിട്ട് പരിഹരിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കാൻ വലിയ പ്രശ്നമുണ്ടോ? ഈ വെള്ളമൊക്കെ ഞാൻ വെള്ളം വീഴല്ലേ, സീറ്റൊക്കെ അങ്ങനെ കിടക്കല്ലേ. തീരെ ബുദ്ധിമുട്ട് തന്നെയാണ് വന്ന് നിൽക്കാനും എല്ലാത്തിനും തന്നെ, വരവിനും പോകാനും ഒക്കെ. പ്രായ കുട്ടികളൊക്കെ വന്നിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു സൗകര്യവും ഇല്ല. സ്പെഷ്യാലിറ്റി OP സംവിധാനം ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നില്ല. ദന്തൽ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. എക്സ്റേ എടുക്കണമെങ്കിൽ പുറത്തു പോകണം. കണ്ണ് പരിശോധന അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ഓപ്തൽമോളജിസ്റ്റ് ഇല്ല. ആ രീതിയിലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ എത്തുന്ന രോഗികൾ ഒരുപാട് കാലം ഇങ്ങനെ തന്നെ ഈ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി കഴിയേണ്ടി വരും എന്നുള്ളതാണ് കാര്യം. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.